ശ്രീ KP കുഞ്ഞാമൂട്ടി മാസ്റ്റർ. NH 66 വടകരയിൽ നിന്നും വില്യാപ്പള്ളി ചേലക്കാട് വഴി വയനാട്ടിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡ്. 15.98 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റോഡ് വടകര, കുറ്റ്യാടി, നാദാപുരം മണ്ഡലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. വടകര മുനിസിപ്പാലിറ്റി, വില്യാപ്പള്ളി, ആയഞ്ചേരി, പുറമേരി, നാദാപുരം പഞ്ചായത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. 1933 ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്താണ് വയനാട്ടിലേക്ക് വടകരയിൽ നിന്നുള്ള ഏറ്റവും അടുത്ത വഴി എന്നുള്ള രൂപത്തിൽ റോഡിനാവശ്യമായ ഭൂമി ഏറ്റെടുത്തത്. പക്ഷേ കഴിഞ്ഞ 15 വർഷമായി കുണ്ടും കുഴിയും നികത്തിയാണ് ഗതാഗത യോഗ്യമായി മുന്നോട്ട് പോകുന്നത് എന്നതാണ് വസ്തുത. 2017-18 ബജറ്റിൽ പ്രവൃത്തി ഉൾപ്പെടുത്തുകയും 12 മീറ്റർ ഫ്രീ സറണ്ടർ എന്ന വ്യവസ്ഥയിൽ 58 കോടി രൂപ കിഫ്ബി അനുവദിക്കുകയും ചെയ്തു. പക്ഷേ ഭൂവുടമകളിൽ നിന്നും സമ്മതപത്രം വാങ്ങുന്ന പ്രവർത്തനം അന്ന് ആരംഭിച്ചില്ല. ഈ സർക്കാർ വന്ന ശേഷം 2021 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് ഭൂവുടമകളിൽ നിന്നും സറണ്ടർ പത്രം വാങ്ങിച്ചിട്ടുണ്ട്. 80% അനുമതി പത്രം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം റോഡിലെ കയ്യേറ്റങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത സ്ഥലത്ത് SPV ആയ KRFB അടിയന്തരമായി സർവേ കല്ലുകൾ നാട്ടാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തീർന്നില്ല സാർ, അതോടൊപ്പം പുതുക്കിയ DPR അംഗീകരിച്ചിട്ടുണ്ട്. 79.1 കോടി രൂപയാണ്. പൊളിക്കുന്ന മതിലുകൾ നിർമ്മിക്കാനും ജീവനോപാധികൾ നിലനിർത്താനും വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് വടകരയിൽ നിന്നും കിഴക്കൻ മലയോര മേഖലകളിലേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് എന്ന നിലയിൽ എത്രയും വേഗം ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പ്രവൃത്തി ആരംഭിക്കണമെന്ന് വിനയപൂർവ്വം ഈ സബ്മിഷനിലൂടെ. സർ, കോഴിക്കോട് ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട റോഡിൻ്റെ കാര്യമാണ് ബഹുമാന്യനായ ശ്രീ KP കുഞ്ഞാമൂട്ടി മാസ്റ്റർ ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡ്. ഈ റോഡിൻ്റെ വികസനത്തിന് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 58 കോടി 30 ലക്ഷം രൂപയുടെ സാമ്പത്തിക അനുമതി നൽകിയിട്ടുണ്ട്. ഈ പ്രവൃത്തി ഫ്രീ സറണ്ടർ വ്യവസ്ഥയിൽ സ്ഥലം ലഭ്യമാക്കി നടത്താനാണ് നിശ്ചയിച്ചിരുന്നത്. 15.5 കിലോമീറ്റർ വരുന്ന ഈ റോഡിൻ്റെ ചെയിൻ 5700 മുതൽ 14154 വരെ ഫുൾ ഡെപ്ത് റെക്ലമേഷൻ സാങ്കേതിക വിദ്യയിലും ബാക്കി ഭാഗം BMN/BC നിലവാരത്തിലും വികസിപ്പിക്കുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് അനുസരിച്ച് തയ്യാറാക്കിയ 79 കോടി 11 ലക്ഷം രൂപയുടെ പുതുക്കിയ സാമ്പത്തിക അനുമതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശം കിഫ്ബിക്ക് സമർപ്പിക്കുകയും ഉപാധികളോടുകൂടി അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കിഫ്ബി നിർദ്ദേശിച്ച മാറ്റങ്ങൾ വരുത്തി എസ്റ്റിമേറ്റ് പുനർസമർപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. ഇത് അടിയന്തരമായി സമർപ്പിക്കുവാൻ KRFB PMU പ്രൊജക്ട് ഡയറക്ടർക്ക് നിർദ്ദേശം ഇതിനകം നൽകിയിട്ടുണ്ട്.